ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. മർത്തമറിയം വനിതാ സമാജം 2025 കേന്ദ്ര പരീക്ഷയ്ക്കു വേണ്ടി നമുക്ക് ക്രമീകരിച്ച് ലഭിച്ചിരിക്കുന്ന ദ റിഡീമിംഗ് ക്രൈസ്റ്റ് ത്രൂ ദ ബുക്സ് ഓഫ് റൂത്ത് ആൻഡ് എസ്തർ, വീണ്ടെടുക്കുന്ന ക്രിസ്തു റൂത്ത് എസ്തേർ പുസ്തകങ്ങളിലൂടെ എന്ന പുസ്തകത്തിന്റെ ആദ്യത്തെ ചാപ്റ്റർ ത്രൂ ദ ബുക്ക് ഓഫ് റൂത്തിന്റെ പുസ്തകത്തിലൂടെ എന്നുള്ള ഭാഗമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്. ഈ ഒരു വീഡിയോയിൽ ആ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വാട്ട് ആർ ദ പെക്യുലിയാരിറ്റീസ് ഇൻ ദ വേ ദ ബുക്ക് ഓഫ് റൂത്ത് ഇസ് പ്രസന്റഡ്? റൂത്തിന്റെ പുസ്തകം അവതരണ രീതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നു. സുന്ദരമായ ഭാഷാരീതി, എലഗന്റ് പ്രോസ്, മൃദുലങ്ങളായ ചിന്തകൾ, സറ്റിൽ തോട്ട്സ്, ഉത്കൃഷ്ടമായ വികാരങ്ങൾ, നോബിൾ ഇമോഷൻസ്, ആഴമായ മതവിശ്വാസം, ഡീപ് റിലീജിയസ് ഫെയ്ത്ത്, ഇതെല്ലാം വളരെ ആകർഷകമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് ഓൾ പോർട്രേഡ് ഇൻ ആൻ അപ്പീലിംഗ് വേ. ഇതൊക്കെയാണ് റൂത്തിന്റെ പുസ്തകത്തിന്റെ ചിത്രീകരണത്തിന്റെ അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന രീതിയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഒക്കെയാണല്ലോ. എന്തൊക്കെയാണ്? സുന്ദരമായ ഭാഷാരീതി, മൃദുലമായ ചിന്തകൾ, ഉത്കൃഷ്ടമായ വികാരങ്ങൾ, ആഴമായ മതവിശ്വാസം, ആകർഷകമായ അവതരണ രീതി, ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് സ്റ്റൈൽ അല്ലെങ്കിൽ എലഗന്റ് പ്രോസ്, സറ്റിൽ തോട്ട്സ്, noble emotions, deep religious faith, which is all portrayed in an appealing manner. ഇനി what does the book of Ruth elucidates? എന്താണ് റൂത്തിന്റെ പുസ്തകം വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം. അതിപ്രധാനമായ ഒരു സത്യത്തിലേക്ക് വഴി നടത്തേണ്ടുന്നതിനു വേണ്ടി തികച്ചും മാനുഷികവും സ്വാഭാവികവുമായ മനോചിന്തകളോട് കൂടിയ കുടുംബ സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവ് എപ്രകാരം കൂട്ടിയിണക്കുമെന്ന് റൂത്തിന്റെ പുസ്തകം വിശദീകരിക്കുന്നു. The book of Ruth elucidates how the Holy Spirit connects family circumstances and attitudes that are normal in human lives to guide them to an important truth. ഇതാണ് റൂത്തിന്റെ പുസ്തകം വിശദീകരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ സാധിക്കുന്നത്. അതായത് അവിടെ കൂടുതലായിട്ട് എഴുതണമെങ്കിൽ നമുക്ക് എഴുതാൻ സാധിക്കും. അതായത് റൂത്തിനെ എപ്രകാരം ക്രിസ്തുവിന്റെ വംശാവലിയുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. റൂത്ത് ദാവീദിന്റെ വലിയമ്മയാണ്, അല്ലെങ്കിൽ ഷീ ഈസ് എ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഓഫ് കിങ് ഡേവിഡ്. ഇത് ഈ ഒരു കൂട്ടിയിണക്കലിൽ എപ്രകാരം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിരിക്കുന്നു എന്നും കൂടെ നമുക്ക് അവിടെ വ്യക്തമായിട്ട് എഴുതാൻ സാധിക്കും. ഇനി റൂത്ത് ഇസ് ദ ഡാഷ് ഓഫ് ഡേവിഡ്. റൂത്ത് ദാവീദിന്റെ വലിയമ്മയാണ്, ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആണ് എന്നുള്ളത് എഴുതാം. ഇനി റൂത്ത് ദ പ്രീഫിഗറേഷൻ ഓഫ് സാൽവേഷൻ പ്രിപ്പയർഡ് ബൈ ക്രൈസ്റ്റ് എക്സ്പ്ലെയിൻ. ക്രിസ്തു തയ്യാറാക്കിയ രക്ഷയുടെ മുൻകുറി നമുക്ക് റൂത്തിന്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. അത് വിശദീകരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ആ ഒരു പാരഗ്രാഫ് അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും അവിടെ എഴുതാൻ സാധിക്കണം. എന്താണ് റൂത്തിന്റെ പുസ്തകത്തിലെ പ്രധാന പ്രത്യേകത? അത് ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരനിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളത് ആദ്യം എഴുതണം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗോയേൽ എന്നുള്ളതിന് ചാർച്ചക്കാരൻ, കിൻസ്മാൻ അല്ലെങ്കിൽ അവെഞ്ചർ, പ്രതികാരം ചെയ്യുന്നവൻ എന്നിങ്ങനെ 2 അർത്ഥങ്ങളുണ്ട്. എന്നിരുന്നാലും ഇവിടെ വീണ്ടെടുപ്പുകാരൻ എന്നുള്ള ഒരു വാക്കാണ് ഈ റൂത്തിന്റെ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ആരുടെ മുൻകുറിയാണ്? ക്രിസ്തുവിനോടുള്ള മുൻകുറിയാണ്. അവിടെ എപ്രകാരമാണ് ക്രിസ്തുവിന്റെ മുൻകുറി എന്നുള്ളത് നമുക്ക് 2 രീതിയിൽ മനസ്സിലാക്കാം. ബോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ബലം അവനിൽ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇൻ ഹിം ഇസ് സ്ട്രെങ്ത് എന്നുള്ളതാണ്. അപ്പോൾ ബോസ് ഇവിടെ ക്രിസ്തുവിന്റെ മുൻകുറിയായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ ക്രിസ്തുവിനെ സിംബലൈസ് ചെയ്യുമ്പം ഒന്ന്, ബോസ് ഒരു മഹാധനികനായ പരിപൂർണ വീണ്ടെടുപ്പുകാരനാണ് എന്ന് അവതരിപ്പിക്കുന്നതിലൂടെ ക്രിസ്തു എപ്രകാരം ഒരു പരിപൂർണ വീണ്ടെടുപ്പുകാരനായി മാറുന്നു എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് മോവാബിൽ എന്ന് പറയുന്നത് അവർ ദൈവവിരോധികളാണ്. മോവാബൈറ്റ്സ് ആർ ഏത്തിസ്റ്റ്. വീണ്ടെടുപ്പിന് യാതൊരു അർഹതയുമില്ലാത്ത മോവാബിയ കൂട്ടത്തിൽ നിന്ന് റൂത്തിനെ പൂർണ്ണമായും വീണ്ടെടുത്ത് തന്റെ ഭാര്യയാക്കുന്നതിലൂടെ ജാതികളുടെ ഇടയിൽ നിന്ന് സഭയെ വീണ്ടെടുത്ത ക്രിസ്തുവിന് ബോസ് അവിടെ മുൻകുറിയായിട്ട് മാറുകയാണ്. അങ്ങനെ ദൈവമൊരുക്കിയ രക്ഷാപദ്ധതിയിൽ യഹൂദർ മാത്രമല്ല സർവ്വജാതികളും സ്ഥാനം പിടിക്കുന്നു എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കണം. അത് എഴുതി തന്നെ പ്രിപ്പയർ ചെയ്ത് അത് റെഡിയായിട്ട് വെക്കണം. ഇനി ബോവസ് ഫോർഷാഡോസ് ക്രൈസ്റ്റ്. ഹൗ? ബോവസ് ക്രിസ്തുവിന്റെ മുൻനിഴലാകുന്നു എന്ന് പറയുമ്പോൾ അത് എപ്രകാരം? നമ്മൾ പറഞ്ഞു 2 കാര്യങ്ങളാണ്. മഹാധനികനും
പൂർണ്ണനുമായ ഒരു വീണ്ടെടുപ്പുകാരൻ എന്നുള്ള നിലയിൽ ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിന്റെ മുൻനിഴലായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ക്രിസ്തു മോവാബിയ സ്ത്രീയായി അല്ലെങ്കിൽ വീണ്ടെടുപ്പിന് അർഹതയില്ലാത്ത ഒരു മോവാബിയ സ്ത്രീയെ പൂർണ്ണമായി വീണ്ടെടുക്കുന്നത് വഴിയായിട്ട് ജാതികളുടെ ഇടയിൽ നിന്ന് സഭയെ വീണ്ടെടുത്ത ക്രിസ്തുവിന് മുൻകുറിയാകുന്നു എന്നുള്ളതും കൂടെ നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി മീനിങ് ഓഫ് ദ വേർഡ്സ്, വാക്കുകളുടെ അർത്ഥം പ്രത്യേകമായിട്ട് പഠിച്ച് എഴുതി ഓർത്തിരിക്കുക. ഗോയൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം ചാർച്ചക്കാരൻ, പിന്നെ പ്രതികാരം ചെയ്യുന്നവൻ, അവെഞ്ചർ എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ഈ പുസ്തകത്തിൽ വീണ്ടെടുപ്പുകാരൻ എന്നുള്ള അർത്ഥമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ബോവസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇൻ ഹിം ഇസ് സ്ട്രെങ്ത്, അവനിൽ ബലം, അവനിൽ എന്നുള്ള അർത്ഥമാണ് ബോവസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇനിയും അതുപോലെ എലിമലേക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഗോഡ് ഇസ് മൈ കിങ്, ദൈവം എന്റെ രാജാവാകുന്നു എന്നുള്ളതാണ്. നവോമി എന്നുള്ള വാക്കിന്റെ അർത്ഥം സന്തോഷം, പ്ലസന്റ്, സുഖകരം, ജോയ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇനി മഹ്ലോൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ക്ഷയിച്ചു പോകുന്നവൻ, വീക്കനിങ്, ടയേർഡ് എന്നുള്ളതാണ്. കിലിയോൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം മഹ്ലോൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ക്ഷീണിതൻ എന്നുള്ളതാണ്. ക്ഷമിക്കണം കേട്ടോ. മഹ്ലോൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ക്ഷീണിതൻ, വീക്ക്നെസ്, ടയേർഡ്, വെറി എന്നൊക്കെ ഉള്ളതാണ്. ഇനിയും കില്യോൻ എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് ക്ഷയിച്ചു പോകുന്നവൻ, വീക്കനിങ് എന്നുള്ള അർത്ഥം. മഹ്ലോൻ ക്ഷീണിതൻ, കില്യോൻ ക്ഷയിച്ചു പോകുന്നവൻ. അതുപോലെ ഓർപ്പ എന്നുള്ള വാക്കിന്റെ അർത്ഥം കഴുത്ത് തിരിച്ചു കളഞ്ഞവൾ, ദ വൺ ഹു ടേൺഡ് ഹെർ നെക്ക് അവേ എന്നുള്ളതാണ്. റൂത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം സഖിയായവൾ, വൺ ഹു ബിക്കേം എ ഫ്രണ്ട് എന്നുള്ളതാണ്. മാറ എന്നുള്ള വാക്കിന്റെ അർത്ഥം ബിറ്റർ, കയ്പ് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള വേർഡ് മീനിങ്ങുകളെല്ലാം പലതും ഇതിൽ നിന്ന് 1-2 എണ്ണമെങ്കിലും ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. അപ്പം അതെല്ലാം ഓർത്ത് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ എവ്രിവൺ ഹാസ് എ പൊസിഷൻ ഇൻ ദ റിഡംഷൻ സ്കീം ഓഫ് ലോർഡ്. ഹൗ? ക്രിസ്തു ഒരുക്കിയ രക്ഷാപദ്ധതിയിൽ സർവ്വജാതികൾക്കും സ്ഥാനമുണ്ട്. എങ്ങനെ? നമ്മൾ ഇപ്പൊ മുൻപേ പറഞ്ഞ ക്വസ്റ്റ്യന്റെ അവസാനത്തെ ഭാഗം തന്നെയാണ്. എന്താണ്? മോവാബിയർ ദൈവവിരോധികളായിരുന്നിട്ടും വീണ്ടെടുപ്പിൽ യാതൊരു അർഹതയുമില്ലായിരുന്നിട്ടും മോവാബി കൂട്ടത്തിൽ നിന്ന് രൂത്തിനെ പൂർണ്ണമായും വീണ്ടെടുത്തുകൊണ്ട് അവളെ ഭാര്യയായി സ്വീകരിക്കുവാൻ ബോവസ് തയ്യാറായി. ജാതികളുടെ ഇടയിൽ നിന്ന് സഭയെ വീണ്ടെടുത്ത ക്രിസ്തുവിന്റെ മുൻകുറിയായി ബോവസ് മാറി. കർത്താവ് ഒരുക്കിയ രക്ഷാപദ്ധതിയിൽ സർവ്വജാതികളും സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്ന് അവിടെ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്താണ്? The Moabites were atheists. Even though the Moabites were undeserving of redemption, Boaz has redeemed Ruth and made her his wife. Boaz became the foreshadowing of Christ who redeemed the church from among the Gentiles. The inference here is that everyone has position in the redemption scheme of the Lord. അപ്പം റൂത്ത് എന്ന മോവാബിയ സ്ത്രീ ഇടം പിടിക്കുന്നത് വഴിയായിട്ട്, ഈ ഒരു രക്ഷയിൽ ഇടം പിടിക്കുന്നത് വഴിയായിട്ട് ഈ രക്ഷ എല്ലാവർക്കും ഉള്ളതാണ്, സർവ്വജാതികൾക്കും ഉള്ളതാണ് എന്നവിടെ ഉറപ്പിക്കുകയാണ്. ഇനി ഓഥർ ഓഫ് ദ ബുക്ക്, പുസ്തകത്തിന്റെ രചയിതാവ് യഹൂദ റാബിമാരുടെ പാരമ്പര്യ പ്രകാരം ശമൂവേൽ പ്രവാചകന്റെ പുസ്തകങ്ങളുമായിട്ട് ഇതിനോട് സാമ്യമുള്ളതിനാൽ ഇത് ശമൂവേൽ പ്രവാചകനാണ് രചയിതാവ് എന്ന് വിചാരിക്കുന്നു. വെൻ വാസ് ദി ബുക്ക് ഓഫ് റൂത്ത് റിട്ടൺ? റൂത്തിന്റെ പുസ്തകം എപ്പോഴാണ് എഴുതിയത്? നമ്മൾ 2 ചരിത്രങ്ങൾ അവിടെ എഴുതാൻ സാധിക്കണം. ദാവീദിന്റെ കാലഘട്ടം, ദാവീദിന്റെ വംശാവലിയുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ഉള്ളടക്കത്തിൽ നിന്ന് വളരെയധികം കാലത്തിന് ശേഷമായിരിക്കാം ഇത് എഴുതിയത്. BC 4th 5th സെഞ്ചുറി കാലഘട്ടത്തിലായിരിക്കാം ഇത് എഴുതിയത്. എന്നിരുന്നാലും മുൻതൂക്കം ഇസ്രായേലിൽ ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്തിരുന്ന സമയത്ത് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ജഡ്ജസ് 1300 BC കാലഘട്ടം എന്നുള്ളതിനാണ് മുൻതൂക്കം. ഇനി വാട്ട് ഈസ് ദ പ്രൈമറി ഇന്റൻഷൻ ഓഫ് ദി ഓഥർ? എഴുത്തുകാരന്റെ പ്രാഥമിക ഉദ്ദേശം എന്ത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ സാധിക്കും. ദാവീദിന്റെ വംശാവലി നൽകണമെന്നത് ഗ്രന്ഥകാരന്റെ പ്രധാന ഉദ്ദേശമായി മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളത്. വൺ ഓഫ് ദി മെയിൻ ഇന്റൻഷൻസ് ഓഫ് ദി ഓഥർ ഇസ് ടു റൈറ്റ് ഡൗൺ ദ ജീനിയോളജി ഓഫ് കിങ് ഡേവിഡ്. റൂത്തുമായിട്ട് ദാവീദ് രാജാവിലേക്ക് വരുന്ന ഒരു വംശാവലി എഴുതി കാണിക്കുക, അല്ലെങ്കിൽ അത് പ്രകടമായിട്ട് കാണിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി why did എലിമലേക്ക് and family moved to Moab? എലിമലേക്കും കുടുംബവും മോവാബിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? ഈ
ഇസ്രായേലിൽ ക്ഷാമമുണ്ടായപ്പോൾ ഇസ്രായേലിയരായ എലിമലേക്കും ഭാര്യ നവമിയും 2 മക്കളായ മഹ്ലോനും കില്യോനും കൂടി ബേത്ലഹേമിൽ നിന്ന് യഹൂദയിൽ എത്തുകയും അവിടെ നിന്ന് മോവാബിലേക്ക് പോവുകയും ചെയ്തു. ഇസ്രായേലിൽ ഒരു ക്ഷാമം ഉണ്ടായതിനാലാണ് ഇവര് പോയത് എന്നുള്ളത്. ഡ്യൂ ടു എ ഫമൈൻ വിച്ച് ഹാപ്പൻഡ് ഇൻ ഇസ്രായേൽ. What happened to Elimelech when he broke his covenant with God? ദൈവവുമായുള്ള ഉടമ്പടി ലംഘിച്ചപ്പോൾ എന്ത് പറ്റി എലിമലേക്കിന്? ദൈവം തന്റെ രാജാവാകുന്നു, ഗോഡ് ഇസ് മൈ കിങ് എന്നർത്ഥമുള്ള എലിമലേക്ക് ദൈവവുമായുള്ള ഉടമ്പടി ലംഘിച്ചുകൊണ്ട് മൊവാബിലേക്ക് പോയതിനാൽ തന്റെ അടുത്ത തലമുറയെ കാണുവാൻ സാധിക്കാതെ അദ്ദേഹം അവിടെ തന്നെ വെച്ച് മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. As Elimelech broke his covenant with God and traveled to Moab, he died there without being able to see his coming generations എന്നുള്ളത് നമുക്ക് എഴുതാൻ സാധിക്കണം. ഇനി the declaration of the Ruth is the signpost pointing to the journey of redemption. ഏത് ഡിക്ലറേഷൻ ആണ്? റൂത്തിന്റെ ഈ പ്രഖ്യാപനം വീണ്ടെടുപ്പിന്റെ യാത്രയിലേക്കുള്ള ചൂണ്ടുപലകയായി മാറി എന്ന് പറയുന്നു. ഏതാണ്? നമ്മൾ പറഞ്ഞു രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 16-17 വാക്യങ്ങൾ. നവമി തിരിച്ചു തന്റെ ബേത്ലഹേമിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഓർപ്പ തിരിഞ്ഞ് തന്റെ അമ്മയുടെ ഭവനത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ തന്റെ ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്നു. എന്നാൽ രൂത്ത് അവിടെ കൊടുക്കുന്ന ഒരു ഉത്തരമുണ്ട്. എന്താണ് ആ ഉത്തരം? നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലെ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ എന്ന് പറയുന്ന രൂത്തിന്റെ 1-ാം അധ്യായം 16-ാം വാക്യമാണ് ഈ ഒരു വീണ്ടെടുപ്പിന്റെ യാത്രയിലേക്കുള്ള ചൂണ്ടുപലകയായിട്ട് മാറുന്നതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. വാട്ട് ആർ എവിഡൻസ് ഫ്രം ദ റിപ്ലൈ ഗിവൻ ബൈ റൂത്ത് ടു ഹെർ മദർ ഇൻ ലോ? റൂത്ത് തന്റെ അമ്മായിയമ്മയ്ക്ക് നൽകിയ ഈ മറുപടിയിൽ നിന്ന് എന്തൊക്കെയാണ് വ്യക്തം? ഒന്ന്, ഇവിടെ മതഭക്തിയും മനുഷ്യസ്നേഹവും ഒരുപോലെ കാണാൻ സാധിക്കും. ബോത്ത് റിലീജിയസ് ഫേവർ ആൻഡ് ഹ്യൂമൻ ലവ് ആർ എക്സിബിറ്റഡ് ഈക്വലി. 2, മരണമല്ലാതെ മറ്റൊന്നും അവരെ വേർപിരിക്കില്ല എന്നുള്ള നിശ്ചയം, ഉറപ്പ് രൂത്തിനുണ്ടാകുമ്പോൾ അവൾ നവമിയെയും നവമിയുടെ ദൈവത്തെയും അഭേദ്യമായി സ്നേഹിക്കുന്നു എന്നുള്ളത് പ്രകടമായി കാണാം. When Ruth says only death can separate her from Naomi, it means that she has unshakable love to Naomi and her God. ഇനി മൂന്നാമതായിട്ട് അമ്മായിയമ്മ മരുമകൾ സ്നേഹത്തിന്റെ ദൃഢത ഇവിടെ പ്രകടമാകുന്നു. The steadfastness of love shared between the mother-in-law and daughter-in-law is evident here. ഒന്നും ആവശ്യപ്പെടാത്ത രൂത്തും ഒന്നും വാഗ്ദാനം ചെയ്യാത്ത നവമയും തമ്മിലുള്ള സ്നേഹം നിർവചനങ്ങൾക്ക് അതീതമാകുന്നു എന്നുള്ളതും കൂടെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി the decision taken by Ruth became a decisive point in the history of this redemption. Why? റൂത്ത് എടുത്ത തീരുമാനം വീണ്ടെടുപ്പിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടമായി മാറുന്നു. എന്തുകൊണ്ട്? എന്താണ്? അന്യദേശത്ത് കബറടക്കപ്പെട്ടാൽ സ്വന്തം ദേശത്തെ പൂർവികരുമായി ചേരാൻ കഴിയുകയില്ല എന്ന ചിന്ത നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്താണ് റൂത്ത് ഇത്ര സാഹസികമായ ഒരു തീരുമാനം എടുക്കുന്നത്. Those who were buried in a foreign land would not be able to join their ancestors in death എന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്രയും സാഹസികമായിട്ടുള്ള കറേജിയസ് ആയിട്ടുള്ള ഒരു തീരുമാനം റൂത്ത് എടുക്കുന്നത്. അങ്ങനെ സർവവും തിരിച്ചുകൊണ്ടുള്ള ഇറങ്ങിത്തിരിക്കലാണ് വീണ്ടെടുപ്പിന്റെ ചരിത്രത്തിലെ നിർണായക ഘട്ടമായി മാറുന്നത്. ഇനി why is it written when they reached Bethlehem at the beginning of the harvest? കൊയ്ത്തിന്റെ തുടക്കത്തിൽ അവർ ബേത്ലഹേമിൽ എത്തി എന്ന് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു അവർ വളരെയധികം നഷ്ടത്തിലും പ്രയാസത്തിലുമാണെങ്കിലും മരുമകൾ രൂത്തുമായി ബേത്ലഹേമിലേക്കുള്ള തിരിച്ചുവരവ് ദുഃഖത്തിന്റെ അന്തരീക്ഷത്തിലായിരുന്നെങ്കിലും ഒരു വീണ്ടെടുപ്പിന്റെ പ്രത്യാശയായിരുന്നു. ഒരു പുതിയ തുടക്കത്തിന്റെ പ്രത്യാശ, ഒരു വീണ്ടെടുപ്പിന്റെ പ്രത്യാശ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൊയ്ത്തിന്റെ കാലത്ത് കൊയ്ത്തിന്റെ ആരംഭത്തിൽ സമൃദ്ധിയുടെ ഒരു ആരംഭത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നുള്ളത് അവിടെ റിലേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. Where else is Ruth mentioned in Bible? റൂത്തിന്റെ പുസ്തകത്തിന് ശേഷം റൂത്തിനെ പരാമർശിച്ചിരിക്കുന്നത് എവിടെയാണ്? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ. ഇത്രയുമൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടുപിടിക്കുക, റെഫർ ചെയ്യുക, ഇതിനെല്ലാം ആൻസേഴ്സ് എഴുതി വെച്ച് നോക്കുക, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് എന്നിട്ട് ഇതൊന്ന് റിവൈസ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗം പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.